കാട്ടാന ആക്രമണങ്ങളിൽ അടിയന്തര യോഗം വിളിച്ച് ദുരന്ത നിവാരണ വിഭാഗം വൈകിട്ട് 4:45 ഓൺലൈനായി യോഗം ചേരും. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്ന് വനമന്ത്രി നേരത്തെ ഒരു ഉന്നതതല യോഗത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ യോഗം ചില തീരുമാനങ്ങൾ, ഇതിന് പരിഹാര മാർഗങ്ങൾ എന്നതടക്കം നിർദ്ദേശിക്കും. അത് കൂടാതെയാണോ ഈ പറയുന്ന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ പ്രത്യേക യോഗം? വിജയകുമാർ, വനം വകുപ്പ് മേധാവിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് പുറമെയാണ് ദുരന്ത നിവാരണ വിഭാഗവും അടിയന്തര യോഗം ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരിക്കുന്നത്. തുടർച്ചയായി വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം ദുരന്ത നിവാരണ വിഭാഗവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണമാണ് പ്രധാനമായും ഈ യോഗം പരിശോധിക്കുന്നത്. നേരത്തെ ഈ കാട്ടിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യങ്ങൾ അടക്കം ഈ യോഗത്തിൽ പരിശോധിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള വിവിധ പരിഹാര മാർഗങ്ങളടക്കം ഈ ദുരന്ത നിവാരണ വിഭാഗം ത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. 4:45 ഈ യോഗം നടക്കുന്നത്. ഓൺലൈനായിട്ടായിരിക്കും യോഗം നടക്കുക. വിവിധ വനവകുപ്പ് മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, വയനാട് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് 2:30 ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യാൻ വനംവകുപ്പും യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ഇനി സ്വീകരിക്കേണ്ട തുടർ നടപടികളായിരിക്കും പ്രധാനമായും ആ യോഗത്തിലും ചർച്ചയാകുന്നത്. RRT സംഘങ്ങൾ നിലവിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ആളുകളുടെ അപര്യാപ്തത, ജീവനക്കാരുടെ അപര്യാപ്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ പ്രവർത്തിക്കുന്ന ക്ലറിക്കൽ ജീവനക്കാരെ ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ടീമിനെ രൂപീകരിക്കാനാണ് പ്രധാനമായും വനംവകുപ്പ് ആലോചിക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനവും ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ കാട്ടാനാക്രമണങ്ങൾ ഒപ്പം മറ്റ് വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ കൂടിയാണ് ഒരു അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും. ശരി പ്രതീക്ഷ, അടിയന്തര ഇടപെടലിന് യോഗം ചേരുന്നുണ്ട്. വേനൽക്കാലത്ത് ഈ കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കൂടുതൽ വന്യജീവികൾ എത്തും എന്നതൊരു ആശങ്കയാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ തീരുമാനങ്ങളോ ഇന്നത്തെ 2 യോഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതിലേതിലെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.